ഗാസയിൽ പുതിയ സംഭവ വികാസങ്ങളാണ്. എന്തും സംഭവിക്കാവുന്നുള്ള രീതിയിലാണ് പോകുന്നത്. എങ്ങനെയാണ്? ഇടിവെട്ടിയവൻ്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഒരു വലിയ യുദ്ധം 1 വർഷവും 3 മാസവും 15 മാസം നീണ്ടു നിന്ന വലിയ പോരാട്ടം അവസാനിച്ചു. സമാധാന കരാറായി. 1ാം ഘട്ടം വെടിനിർത്തലിലൂടെ പോകുന്നു. അപ്പോഴാണ് അശ്വനിപാതം പോലെ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവന വരുന്നത്. ഗാസ അമേരിക്ക ഇങ്ങ് എടുക്കുകയാണ്. അപ്പോൾ എടുത്താൽ പൊങ്ങാത്ത ഭാരമാണ് ഇപ്പോൾ അമേരിക്ക എടുത്തുകൊണ്ടിരിക്കുന്നത്. കാനഡയെ എടുക്കാനൊരു നോട്ടം നോക്കി, ഗ്രീൻലൻഡ് എടുക്കാൻ നോക്കി. അങ്ങനെ എന്ത് കിട്ടുമെങ്കിലും പോരട്ടെ എന്ന ഒരു ട്രംപിൻ്റെ നിലപാട്. അതിന് പിന്നാമ്പുറത്തേക്ക് പോകുമ്പോൾ നോക്കൂ, അമേരിക്ക സന്ദർശിക്കുന്ന പുതിയ പ്രസിഡന്റ് വന്നതിന് ശേഷം അമേരിക്ക സന്ദർശിക്കുന്ന ആദ്യ ലോക നേതാവ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാണ്. നെതന്യാഹുവിൻ്റെ പ്രസൻസിൽ വെച്ച്, പത്രലേഖകരുടെ സാന്നിധ്യത്തിൽ വെച്ച് ലോകത്തോട് ട്രംപ് പറയുകയാണ്, ഗാസ പുനരുദ്ധാനം എളുപ്പമുള്ള കാര്യമല്ല. അവിടെ ഒറ്റ ബിൽഡിംഗ് ബാക്കിയില്ല. എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. 95% കെട്ടിടങ്ങളും റബിൾസായി മാറിയിരിക്കുന്നു. UN പഠന റിപ്പോർട്ട് അനുസരിച്ച് 350 വർഷം വേണം ഇത് പൂർവ്വസ്ഥിതിയിലാകണമെന്നാണ് പറയുന്നത്. ഒരു സഹസ്രാബ്ദം തന്നെ വേണ്ടിയ ഒരവസ്ഥയിലാണ്. ഈ ഡെബ്രി ഒന്ന് നീക്കിയാൽ. അപ്പോൾ ഇത്രയും ആളുകൾ, 23 ലക്ഷം പേരാണ് ഗാസയുടെ നിവാസികൾ. ആ 23 ലക്ഷം പേരിൽ ഒരു 47,000 പേര് മരണപ്പെട്ടു, കാരണം യുദ്ധത്തിൽ മരിച്ചു. വേറൊരു 1 ലക്ഷം പേരോളം അംഗഭംഗം വന്നു. അവരിൽ ചിലരെയൊക്കെ വെളിയിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പലായനം ചെയ്തിട്ടുണ്ട്, വെളിയിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിൽ തീവ്ര പരിചരണം ആവശ്യമുള്ളവരെ റഫ അതിർത്തി കടന്ന് ഈജിപ്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എങ്കിലും 22 ലക്ഷം പേരെങ്കിലും ഗാസയിൽ ഇപ്പോഴും ഉണ്ട്. അവരെ നിലനിർത്തിക്കൊണ്ട് ഗാസയുടെ പുനഃസൃഷ്ടി സാധ്യമല്ല. അതുകൊണ്ടാണ് ഗാസ എന്ന 365 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള പ്രദേശം ഒരു 35 കിലോമീറ്റർ കടൽ തീരമാണ്. അത്രയും നീളവും ഒരു ശരാശരി 10 കിലോമീറ്റർ വീതിയുമുള്ള ഒരു സ്ട്രിപ്പാണ് ഗാസ. ഗാസയെ ഒരു റിവിയറ ആക്കി മാറ്റുമെന്നാണ് ട്രംപ് പറയുന്നത്. റിവിയറ എന്ന് പലരും ആശങ്കപ്പെടും, തെറ്റിച്ചുകൊടുക്കും. എന്താണ് ഈ റിവിയറ? ഒന്നുമില്ല. റിവർ സൈഡ് അല്ലെങ്കിൽ ലേക്ക് സൈഡ് അല്ലെങ്കിൽ സീ സൈഡ് റിസോർട്ടുകളുടെ ഒരു സമാഹാരമാണ് റിവിയറ. ഒന്ന് ചില്ലൗട്ട് ചെയ്യുന്ന, ഒന്ന് റിലാക്സ് ചെയ്യുന്ന, ജീവിതം ആസ്വദിക്കുന്ന ഉല്ലാസ നഗരം എന്ന രീതിയിലാണ് ബീച്ചുകളും ഒക്കെയുള്ള റിസോർട്ടുകളും ഒക്കെയുള്ള ഒരു കച്ചവട മനസ്സ്. കച്ചവടമാണ്. ട്രംപിന് തന്നെ മക്കൾക്കോ മരുമക്കൾക്കോ വന്ന് കച്ചവടം നടത്താനാണോ, അതോ ഇനി ഏറെ ട്രംപ് ടവേഴ്സ് അവിടെ സ്ഥാപിക്കാനാണോ ഒന്നും പറയില്ല. പക്ഷേ റിവിയറയാക്കിയാൽ ഗൾഫിലുള്ള അല്ലെങ്കിൽ മധ്യപൗരസ്ത്യ പ്രദേശത്തുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർക്ക് ദേ കൻ കം ആൻഡ് ചിൽ ഔട്ട്, ഗിവ് ഇറ്റ് ടു അസ്, വി വിൽ ഡെവലപ്പ് എന്നാണ് പറയുന്നത്. അങ്ങനെ എടുക്കാൻ പറ്റുന്ന രാജ്യമാണോ ഇത്? ഇസ്രായേൽ എടുക്കാൻ നോക്കിയിട്ട് പോലും പൊങ്ങാത്തൊരു രാജ്യം. അല്ലെങ്കിൽ ഇസ്രായേൽ അവകാശവാദം ഉന്നയിക്കുന്നു, പലസ്തീനിയൻസിന് സെൽഫ് ഡിറ്റർമിനേഷൻ റൈറ്റ് ഉണ്ടാകണം. 93ലെയും 95ലെയും ഓസ്ലോ കരാർ അനുസരിച്ച് പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കപ്പെടേണ്ടതാണ്. അത് വെസ്റ്റ് ബാങ്കും ഗാസയും കിഴക്കൻ ജെറുസലേമും എല്ലാം ചേർന്ന പലസ്തീനിയൻ രാഷ്ട്രം, സ്വതന്ത്ര പരമാധികാര പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതിനെക്കുറിച്ച് യുദ്ധാനന്തരം ചർച്ച ചെയ്യുന്നതിന് പകരം ഗാസ മുഴുവനായി ഞങ്ങൾ ഇങ്ങനെ എടുക്കുകയാണ്. ഒരു ന്യായമായ ചോദ്യമാണ്, ഗാസ നിവാസികൾ എവിടെ പോകും? അത് നിങ്ങൾക്ക് ജോർദാനിലേക്ക് പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈജിപ്തിലേക്ക് പോകാം. അവർ ഇതിനെ വിയോജിപ്പ് പ്രകടിപ്പിച്ചു, കഠിനമായ വിയോജിപ്പാണ്. ജോർദാനും ഈജിപ്തും അവർ ഇത് കളി കാണാൻ നിൽക്കുന്നവരൊന്നുമല്ല. ഞങ്ങളുടെ രാജ്യത്തേക്ക് ഇവരെ വേണ്ട, ഞങ്ങളുടെ ആളുകളല്ല അവർ. ഞങ്ങൾക്ക് അവരോട് ഐകദാർഢ്യമുണ്ട്, ഓൾ റൈറ്റ്. പക്ഷേ അഭയാർത്ഥികളായി ജോർദാൻ ഇപ്പം തന്നെ ഒരു 1.5 ലക്ഷത്തോളം അഭയാർത്ഥികൾ ജോർദാനിലുണ്ട്, പലസ്തീൻ അഭയാർത്ഥികൾ. ഇനിയും അതിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കില്ല. ഈജിപ്റ്റ് റഫ അതിർത്തി കടന്നു കഴിഞ്ഞാൽ പിന്നെ ഈജിപ്തിൻ്റെ മരുഭൂമിയാണ്, സേനായ് മരുഭൂമി. അതും കടന്നു കഴിഞ്ഞാൽ ഈജിപ്തിൻ്റെ സമതലങ്ങളും പ്ലെയിൻസും ഒക്കെയാണ്. അവിടേക്ക് വാസം മാറ്റാൻ ട്രംപിനത് പറഞ്ഞാൽ മതി. പക്ഷേ ഇതിന് അമേരിക്കയ്ക്ക് സ്വീകരിക്കാമല്ലോ. അവരെന്താ സ്വീകരിക്കാത്തത്? ഇന്ന് പിന്നെ അത്രയ്ക്ക് സ്നേഹമുണ്ടെങ്കിൽ പലസ്തീനിയൻസിനോട്, ഗസൻസിനോട് അത്രയ്ക്ക് സ്നേഹമുണ്ടെങ്കിൽ ഇങ്ങനെ പോരൂ ഞങ്ങൾ. പക്ഷേ ട്രംപല്ലേ ആൾ ചിലപ്പോൾ ഗൊണ്ടനാമോ ബേയിലേക്ക് അടിക്കുമോ എന്ന് എനിക്കറിയില്ല. ഇപ്പം തന്നെ നിക്കറാഗ്വയിലേക്കും അതുപോലെ എൽ സാൽവഡോറിലേക്കും ഒക്കെ പിന്നെ ക്രിമിനലുകളെ അയക്കുന്നു എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നു. പക്ഷേ ഇവരെ നിലനിർത്താൻ പറ്റത്തില്ലേ? അവിടെ നിലനിർത്തിക്കൊണ്ട്, അപ്പോൾ നമുക്കറിയാം, ഒരു വീട് പണി നടക്കുമ്പോൾ വീട്ടിൽ താമസിച്ചുകൊണ്ട് ആ വീട് പണി കൂടി അല്ലെ വലിയ തോതിലുള്ള റാഡിക്കൽ ഓൾട്ടറേഷൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട്
ഒരു നല്ല ഉദ്ദേശം ഇതിന് പിന്നിൽ കാണാം. പക്ഷെ ട്രംപ് പറയാത്തൊരു കാര്യമുണ്ട്, അവരെ തിരിച്ചു കൊണ്ടുവരുമോ, കൊണ്ടുവരുമെങ്കിൽ എപ്പോൾ, ഏത് രീതിയിൽ അവരെ പുനരധിവസിപ്പിക്കും, ഇതിനെക്കുറിച്ചൊരു ധാരണയാകാതെ ഞങ്ങളിങ്ങ് എടുക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പക്ഷേ ജീവിതത്തിൽ വലിയ പ്രായോഗിക ബുദ്ധിമുട്ട് നേരിടത്തില്ല. ഈ സൈനിക ശക്തി കൊണ്ട് എന്തും നടക്കും എന്ന ഒരുതരം ഓപ്റ്റിമിസം, അല്ല മിലിറ്ററി ടെക്നോ ഓപ്റ്റിമിസം, അത് ഒരു ഘട്ടം കഴിഞ്ഞാൽ ആ ഓപ്റ്റിമിസം മുന്നോട്ട് പോകാതെയാകും. അതുകൊണ്ടാണ് ഗാസയെക്കുറിച്ച് ഉള്ള ചിന്ത എന്താണ്, ലോകത്തിൻ്റെ ഒരു ചിന്തയുണ്ട്. അമേരിക്കയ്ക്കെതിരെ ചൈനയും റഷ്യയും ഒക്കെ കടുത്ത നിലപാടുകളുമായി ആ പ്രദേശത്തെ അറബ് രാജ്യങ്ങളുമായി കൂടുതൽ ചൈന റഷ്യ ബന്ധം വികസിപ്പിക്കാൻ, അറബ് രാജ്യങ്ങൾക്ക് അമേരിക്കയുടെ ഒരു താവളം, സൈനിക താവളമല്ല ഉദ്ദേശിക്കുന്നത്, ഒരു റിലാക്സിങ് താവളമാണ്, എങ്കിൽ പോലും അമേരിക്കയുടെ ഒരു പ്രസൻസ് മധ്യപൗരസ്ത്യ പ്രദേശത്തെ ഒരു ബാലൻസ്ഡ് ലെവലിൽ കൂടുതലാവുകയാണെങ്കിൽ അത് ഇപ്പോൾ സൗഹൃദത്തിലുള്ള സൗദി അറേബ്യയും UAE ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾക്ക് ചെറിയ അലോസരമായിരിക്കും. ഇപ്പോൾ അവർക്ക് മിണ്ടാനാവില്ല, കാരണം അറബ് രാജ്യത്തിൻ്റെ സ്വത്തിൻ്റെ നല്ല പങ്കും അമേരിക്കയിൽ കിടക്കുകയാണ്. അറബ് രാജാക്കന്മാരുടെ, ഷെയ്ഖുമാരുടെ, എമീർമാരുടെ സ്വത്തിൻ്റെ ഒരു നല്ല പങ്കും അവിടെ നിക്ഷേപങ്ങളായിട്ടുള്ളതാണ്. അത് മരവിപ്പിച്ച് കഴിഞ്ഞാൽ അവരുടെ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പെട്ടെന്ന് അമേരിക്കയെ പിണക്കാവുന്നൊരു നിലയിലല്ല സൗദി ഭരണകൂടത്തിനും ഗൾഫ് രാജ്യങ്ങളുടെ ഭരണകൂടങ്ങൾക്കും. പക്ഷേ ജനം അമേരിക്ക വിരുദ്ധരായിട്ട് തിരിഞ്ഞാൽ അധികകാലം ഈ ഭരണകൂടങ്ങൾക്ക് ജനവികാരത്തെ കണ്ടില്ല നടിക്കാനോ അടിച്ചമർത്താനോ ആവാതെ വരും. അതുകൊണ്ട് അമേരിക്ക വലിയ സാഹസമാണ് കാട്ടുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഈ ഹമാസിൻ്റെ ഇനി ഏതെങ്കിലും തലവന്മാർ ഇക്കാര്യത്തുമായിട്ട് എതിരിട്ടിറങ്ങാനുള്ള സാധ്യതയുണ്ടോ? ഹമാസ് നല്ല രീതിയിൽ ആൾനാശം ഉണ്ടായിട്ടുണ്ട്. ഹമാസിൻ്റെ ടോപ്പ് ലീഡർഷിപ്പ് എലിമിനേറ്റഡായി അല്ലേ. പിന്നെ വലിയ തോതിലാണ് ഹമാസിൻ്റെ അണികളിലേക്ക് നാശം വിതച്ചത്. പക്ഷേ ഹമാസ് ഇപ്പോഴും നിലനിൽക്കുന്നു. ഇസ്രയേലിൻ്റെ ആദ്യ പ്രഖ്യാപിത ലക്ഷ്യമായ ഹമാസ് വിമുക്ത ഗസ ലക്ഷ്യം പൂർണ്ണമായും നിറവേറ്റിട്ടില്ല. അതേ ഹമാസുമായി നേരിട്ട് ചർച്ച ചെയ്തില്ല എങ്കിൽ പോലും ഹമാസാണ് ഇപ്പോഴും ഈ മോചിപ്പിക്കപ്പെട്ട ഗാസയിൽ നിന്നും ഈ അഭയാർത്ഥികളെ അല്ലെങ്കിൽ പിടിച്ചുകൊണ്ടുപോയ ബന്ദികളെ മോചിപ്പിക്കുന്ന ഹമാസ് തന്നെയാണ്. അപ്പോൾ ഹമാസുമായി ഇപ്പോഴും ഇസ്രയേലിൻ്റെ വിലപേശേണ്ട അവസ്ഥയിലാണ്. അപ്പോൾ അവസാനിപ്പിക്കുന്നത് പോയിട്ട് ചെറിയ രീതിയിൽ അവർക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ള ലീഡർഷിപ്പ് പോയി, അത് ശരിയാണ്. ട്രംപിൻ്റെ സഹായം അവിടെയാണ് പ്രസക്തമാകുന്നത്. ഇപ്പോൾ ഇസ്രയേലിൻ്റെ ഒരു മഹാപദ്ധതിയായി വേണമെങ്കിൽ ഇതിനെ കാണാം. ട്രംപിൻ്റെ താല്പര്യവും ഇസ്രയേലിൻ്റെ ആത്യന്തിക താല്പര്യവും കൺവേർജ് ചെയ്യുന്നു. ഞങ്ങൾക്ക് സാധിക്കാതെ പോയത് ഞങ്ങളുടെ വലിയമ്മാവനെ കൊണ്ട് അല്ലെങ്കിൽ വലിയേട്ടനെ കൊണ്ട് നടത്തിയെടുക്കുന്ന ഒരു തത്രപ്പാടിലാണോ നെതന്യാഹു എന്ന ഒരു ചിന്തയാണ്. അപ്പം ഹമാസിനെ പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഈ എവിക്ഷൻ എന്ന് പറയുമ്പോൾ ഹമാസിൻ്റെ ആൾക്കാർ ഉൾപ്പെടെ അവിടെയുള്ള 22.5 ലക്ഷം പേരും ഒറ്റയടിക്ക് ഒഴിപ്പിക്കപ്പെടുകയാണെങ്കിൽ പിന്നീട് കഴുകി വെളുപ്പിച്ച് ഹമാസ് അല്ലാത്തവരെ മാത്രം പുനരധിവസിപ്പിച്ചാൽ മതിയല്ലോ. അപ്പോൾ ക്ലെൻസിങ്, അടിയിലുള്ള തുരങ്കങ്ങൾ, ഭൂഗർഭ അറകൾ, ഇതെല്ലാം തന്നെ നശിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ കംപ്ലീറ്റ്ലി അണുവിമുക്തമാക്കിയതിന് ശേഷം, വൈറസ് മുക്തമാക്കിയതിന് ശേഷം ഗാസയിലേക്ക് പുതിയൊരു സംസ്കാരവുമായി ആളുകൾ കടന്നു വരട്ടെ എന്നതായിരിക്കാം ഒരുപക്ഷെ പദ്ധതി. എന്നിട്ടൊരു ഭാഗികമായ ഒരു സ്വയംഭരണം, അതൊക്കെ അമേരിക്കയുടെ ആത്യന്തിക പദ്ധതികളാവാം. ട്രംപ് സമാധാനം ഉണ്ടാക്കുന്നവൻ 4 വർഷം കഴിഞ്ഞ് അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാനാണ് പലസ്തീൻ രാഷ്ട്രം സൃഷ്ടിച്ചത് എന്ന് ലോകത്തോട് വമ്പ് പറയാനും മേനി പറയാനും ആണോ ഇപ്പോൾ ഇങ്ങനെ ഒരു പൊറാട്ട നാടകം എന്നുകൂടി ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ട്രംപിൻ്റെ ഈ തീരുമാനത്തിൽ ലോകരാജ്യങ്ങൾ എതിർപ്പുമായിട്ട് രംഗത്ത് വരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം തന്നെ ലോകരാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ജോർദാനും ഈജിപ്തുമാണ്. അവർ ആ പ്രപ്പോസൽ അന്നേരം തന്നെ തള്ളിക്കളഞ്ഞു. കാരണം അവർക്ക് ഈ ബാധ്യത ഏറ്റെടുക്കണം. ബാധ്യത ഏറ്റെടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചൈന, റഷ്യ മുതലായ രാജ്യങ്ങൾ സ്വാഗതം വീക്ഷിക്കുകയാണ്. ലോകക്രമം തന്നെ മാറി മറിയുന്നു. ഒരു പരിധിയിൽ കൂടെ നമ്മളെപ്പോഴും പറയും വളയ്ക്കുകയേ ചെയ്യാവൂ, ഓടിക്കരുത്. ഒടിയുന്ന ഘട്ടത്തിലേക്ക് വരുമ്പോൾ പുതിയൊരു പാരഡൈമാണ്. അപ്പോൾ ലോകരാജ്യങ്ങൾ പലപ്പോഴും ഈ ഡോളറിൻ്റെ മേധാവിത്വത്തിനെതിരെ അല്ലെങ്കിൽ അമേരിക്കയുടെ ഈ ഒരു കടന്നുകയറ്റത്തിനെതിരെ ഒക്കെ പല രാജ്യങ്ങളും വലിയ തോതിൽ ഖിന്നനാണ്. ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിൽ സാധ്യതകൾ കണ്ടെത്തുന്നത് ഈ ഒരു മാറി വരുന്ന ലോകക്രമത്തിൽ പുതിയ സാധ്യതകൾ അമേരിക്കയെ പിണക്കാതെ തന്നെ, അമേരിക്കയോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ നേട്ടം കൈവരിക്കാനുള്ള ഒരു പ്രായോഗിക നിലപാട് ഭാരതത്തിനുണ്ട്. പക്ഷേ എല്ലാ രാജ്യങ്ങൾക്കും അങ്ങനെയല്ല. ചൈന, റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ഇറാൻ, ചൈന, റഷ്യ പുതിയ അച്ചുതണ്ടുകൾ രൂപപ്പെടുകയാണ്. ശക്തമായി ഇപ്പോൾ തന്നെ ഉണ്ട് അച്ചുതണ്ട്, കൂടുതൽ ബലപ്പെടുന്ന ഒരു കാഴ്ച വരും. അതുകൊണ്ടാണ് ട്രംപിനിത് പറഞ്ഞു വയ്ക്കാം, പക്ഷേ നടപ്പാക്കി എടുക്കാൻ
വല്ലാതെ കഷ്ടപ്പെടേണ്ടി വരും. വേണമെന്നുണ്ടെങ്കിൽ US സൈനികരെ വരെ ഇറക്കുമെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളതും തന്നെ. വേണ്ടി വന്നാൽ സൈനികരെ ഇറക്കാതെ നിങ്ങൾ എടുത്തോ എന്ന് പറയില്ലല്ലോ. ഹമാസ് ഒരിക്കലും പറയില്ലല്ലോ നിങ്ങൾ ഞങ്ങളുടെ ഭൂമി അല്ലെങ്കിൽ പലസ്തീനിയൻ ഭൂമി അമേരിക്കക്കാരൻ എടുത്തോ എന്നൊരിക്കലും പറയില്ലല്ലോ. ഒരു സൈനിക നടപടികളിലൂടെ അല്ലാതെ, അമേരിക്കയും ഇസ്രയേലും ചേർന്ന സൈനിക നടപടിയിലൂടെ അല്ലാതെ, പിന്നെ രണ്ട് രാജ്യങ്ങളെയും ഈ പറയുന്ന ജോർദാനെയും ഈജിപ്തിനെയും ഭീഷണിപ്പെടുത്താതെ അവിടേക്ക് ഇവരെ കൊണ്ടുപോകാനാവില്ല. അല്ല എങ്കിൽ ഈ 23 ലക്ഷം പേരെയും ഏതെങ്കിലും കപ്പലുകളിൽ കയറ്റി അല്ലെങ്കിൽ വിമാനങ്ങളിൽ കയറ്റി മറ്റേതെങ്കിലും ദൂര രാജ്യത്തെ കൊണ്ടുപോകേണ്ടി വരുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ കുടിയൊഴിപ്പിക്കൽ, ഇത് കുടിയൊഴിപ്പിക്കൽ എന്ന് പോലും പറയാറുണ്ട്. സ്വന്തം മണ്ണിൽ നിന്നും മാറി പോകുന്നതിനെ കുടിയൊഴിപ്പിക്കൽ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയുള്ളൊരു തരം ഇതാണ്. ഇപ്പം തന്നെ ഒരു വശത്തെ കുടിയൊഴിപ്പിക്കൽ നടക്കുന്നു, അമേരിക്കയ്ക്ക് ഉള്ളിൽ നിന്ന് തന്നെ കുടിയൊഴിപ്പിക്കൽ നടക്കുന്നു, ഇനി പാലസ്തീനുള്ളിൽ നിന്ന്. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് 2025 എന്ന വർഷം ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വർഷമായി, ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വർഷമായി അറിയപ്പെടാൻ പോവുകയാണോ എന്ന ഒരു ഭയം പലരുടെ മനസ്സിലുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.